ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആണ്. അതിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 20 മാർക്കിന് ചോദിക്കുന്നതാണ്. ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റർ. ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്ററിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: കോൺട്രാക്ച്വൽ, സ്റ്റാറ്റ്യൂട്ടറി, ടുവേർഡ്സ് തേർഡ് പാർട്ടി. കോൺട്രാക്ച്വലിനെ പിന്നീട് ക്ലാസിഫൈ ചെയ്യുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി ക്ലാസിഫൈ ചെയ്യുന്നു, ടുവേർഡ്സ് തേർഡ് പാർട്ടി ക്ലാസിഫൈ ചെയ്യുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി ക്ലാസിഫൈ ചെയ്യുന്നത് 2ആയിട്ടാണ്: അണ്ടർ കമ്പനി ആക്റ്റും അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPC. അണ്ടർ കമ്പനി ആക്ടിനെ പിന്നീടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഈ സിവിൽ ലയബിലിറ്റി പിന്നീട് ക്ലാസിഫൈ ചെയ്യുന്നു: ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി ഫോർ മിസ്റെപ്രസൻസ്. ഇങ്ങനെയാണ് ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്ററിനെ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞതിലാണ് കോൺട്രാക്ച്വൽ, സ്റ്റാറ്റ്യൂട്ടറി, ടുവേർഡ്സ് തേർഡ് പാർട്ടി. ദെൻ ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്ററിലെ ഫസ്റ്റ് വൺ ആണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കൺസേൺ ലൈക്ക് സോൾ ട്രേഡേഴ്സ്, പാർട്ണർഷിപ്പ് എക്സെട്ര, ഓഡിറ്റ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് നോട്ട് കമ്പൽസറി ബട്ട് ഈസ് ഓപ്ഷണൽ. പ്രൈവറ്റ് കൺസേൺ ആയിട്ടുള്ള സോൾ ട്രേഡുകളും പാർട്ണർഷിപ്പിലും അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുമ്പം അത് കമ്പൽസറി ആയിരിക്കത്തില്ല, അത് ഓപ്ഷണൽ ആയിരിക്കും. വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ട എന്നായിരിക്കും. ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റർ ആർ നോട്ട് പ്രിസ്ക്രൈബ്ഡ് എനി ആക്ട്. ഇതിലെ റൈറ്റ്സും ഡ്യൂട്ടീസും ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റും ഒന്നും ആക്റ്റുകളിലൊന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. Therefore, the auditor should enter the agreement or contract with the client. ക്ലയൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുന്നത് എഗ്രിമെൻറ്റോ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. Has the liability errors account, the contract with the client thus made known as contract liability. ഇങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ കോൺട്രാക്റ്റ് പ്രകാരമോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിന് ആണോ എങ്കിൽ അതിനനുസരിച്ച് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകും. ഇതിനെയാണ് കോൺട്രാക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി. സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റിയെ പിന്നീട് ക്ലാസിഫൈ ചെയ്ത് 2ആയിട്ട് പറയുന്നു. ഒന്നാമത് പറയുന്നതാണ് ലയബിലിറ്റി അണ്ടർ ദ കമ്പനി ആക്ട് 1956. രണ്ടാമത് പറയുന്നത് ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPC. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് ലയബിലിറ്റി അണ്ടർ ദ കമ്പനി ആക്ട് 1956. എ കമ്പനി ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ ഓഫ് ദ കമ്പനി ആക്ട്. അപ്പം കമ്പനി ആക്ട് പ്രകാരമായിരിക്കും കമ്പനിയിലെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈസ് ലയബിലിറ്റി ഫോൾ അണ്ടർ 2 ഹെഡ്സ്. പിന്നീട് ഈ ലയബിലിറ്റിയെ പിന്നീടും 2 ഹെഡായിട്ട് പറയുന്നുണ്ട്: സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ലയബിലിറ്റി അണ്ടർ ദ കമ്പനി ആക്ട് 1956 ഒന്നാമത് പറഞ്ഞതാണ് സിവിൽ ലയബിലിറ്റി. സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റർ ടു പേ ഡാമേജ് ആർ നോൺ ആസ് സിവിൽ ലയബിലിറ്റി. ഇപ്പം എന്തെങ്കിലും ഡാമേജോ എല്ലാം ഓഡിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സിവിൽ ലയബിലിറ്റി പിന്നീടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി ഓഫ് മിസ്ഫീസ്നെസ് എന്ന് പറയുന്നു. ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഹി ഫെയിൽ ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ആസ് ലേ ഡൗൺ ടു ദ ലോ ആൻഡ് ദ കോൺസിക്വൻസ് ദ പ്രിൻസിപ്പൽ suffer any loss, he is liable to compensate the law under the law of agency. Thus, he can compelled and compensate the loss suffering by the company due to his negligence. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അയാൾ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടിയിൽ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ, അത് ലോ പ്രകാരം ഫെയിൽഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ ലോസ് സഫർ ചെയ്യേണ്ടിയായിട്ട് വരും. അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാവുന്നത് ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്ന ഇത് പ്രകാരമായിരിക്കും ഇതിൽ ലയബിലിറ്റി ഉണ്ടാവുന്നത്. ദസ് ഹീ ക്യാൻ കമ്പൽ ദ കോമ്പൻസേറ്റിംഗ് ദ ലോസ് സഫറിങ് ദ കമ്പനി. അപ്പം കമ്പനി ആയിരിക്കും ഈ കോമ്പൻസേറ്റ് ചെയ്യുകയും ലോസുകൾ സഫർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. കൃത്യമായി ഡ്യൂട്ടി ചെയ്തില്ല എങ്കിൽ ഓഡിറ്റർ അതിന് ലയബിലിറ്റി ആയിരിക്കും. ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ അശ്രദ്ധയായിട്ട് ചെയ്യുന്ന ഇതിനെയാണ് ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അനന്തരഫലങ്ങളും എല്ലാം ലോസും എല്ലാം സഫർ ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, കമ്പനി ആയിരിക്കും സഫർ ചെയ്യേണ്ടതിരിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദസ് ആൻ ഓഡിറ്റർ വിൽ ഹെൽഡ് ദ ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ഓൺലി അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഏതൊക്കെ കണ്ടീഷൻ കൊണ്ടാണ് ഓഡിറ്ററിന് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ദ ഓഡിറ്റർ ഈസ് നെഗ്ലിജൻറ്റ്. അയാൾ ഓഡിറ്ററിൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് അതിൽ ലയബിലിറ്റി ഉണ്ടായത് എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പറയുന്നത്. രണ്ടാമത്തേത് സച്ച് നെഗ്ലിജൻസി ഷുഡ് ഹാവ് ദ റിസൾട്ട് ഈസ് ലോസ്. ഈ നെഗ്ലിജൻസ് കൊണ്ട് തന്നെ ലോസ് ഉണ്ടായിരിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അത് രണ്ടാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സച്ച് ലോസ് ഷുഡ് ഹാവ് ബീൻ സഫർ ദ കമ്പനി. ഈ ലോസുകളെല്ലാം സഫർ ചെയ്യുന്നത് കമ്പനി ആയിരിക്കും. ഇത്രയുമാണ് ഇപ്പം ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ഉണ്ടാകുമ്പോഴുള്ള കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സിവിൽ ലയബിലിറ്റിയിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ലയബിലിറ്റി ഫോർ മിസ്ചീഫ്നെസ് എന്ന് പറയുന്നത്. മിസ്ചീഫ്നെസ് മീൻസ് ബ്രീച്ച് ഓർ ട്രസ്റ്റ് ഓർ ബീച്ച് ഓഫ് ദ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ദ ലോ. An auditor has performed the certain duties either under the Company Act in 1956 or through other contractual obligations. If he does something wrongfully into the performance of his duties and the certain his clients suffer the loss, he may be held liable for the mischievous. Mischievous may be defined as imposed performance of lawful act or doing of lawful act and unlawful manner. മിസ്ചീഫ്നെസ് എന്ന് വെച്ചാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഇമ്പോസ്ഡ് ഇൻ ദ ലോ. വിശ്വാസം നശിപ്പിക്കുന്നതിനാണ് മിസ്ചീഫ്നെസ് എന്ന് പറയുന്നത്. ഓഡിറ്റർ ഹാസ് പെർഫോം ദ സർട്ടൻ ഡ്യൂട്ടീസ് ഇൻ കമ്പനി ആക്ട് 1956 പ്രകാരമാണ് ഓഡിറ്റ് ഈ ഡ്യൂട്ടികൾ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹി സംതിങ് റോങ്ഫുള്ളി പെർഫോമൻസ്. ഇയാൾ റോങ്ഫുള്ളായിട്ട് ഓഡിറ്റർ പെർഫോം ചെയ്യുമ്പോൾ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നത് അതിൻ്റെ ലോസ് സഫർ ചെയ്യുന്നത് ക്ലയൻ്റ് ആയിരിക്കും. ഹി മേ ബി ഹെൽഡ് ദ ലയബിലിറ്റി ഓഫ് മിസ്ചീഫ്നെസ്. ക്ലയൻ്റ് ആയിരിക്കും ഇതിൻ്റെ ലയബിൾ ഹെൽഡ് ചെയ്യുന്നതായിട്ട് വരുന്നത്. മിസ്ചീഫ്നെസ് ഇവിടെ ഡിഫൈൻ ചെയ്ത് പറയുന്നത് മേ ബി ഡിഫൈൻഡ് ആസ് ഇമ്പോസ്ഡ് പെർഫോമൻസ് ഓഫ് എ ലോഫുൾ ആക്ട് ഓർ ഡൂയിങ് ഓഫ് ലോഫുൾ ആക്ട് ഇൻ ആൻ അൺലോഫുൾ മാനർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും പ്രശ്നം കൊണ്ട് സത്യസന്ധതയോടെ ചെയ്തില്ല എങ്കിൽ അതിനെയാണ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതിനെയാണ് ലയബിലിറ്റി ഫോർ മിസ്ചീഫ്നെസ് എന്ന് പറയുന്നത്. ലയബിലിറ്റി അണ്ടർ ദ കമ്പനി ആക്ട് 1956 രണ്ട് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സിവിൽ ലയബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. നമ്മൾ സിവിൽ ലയബിലിറ്റിയും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ അണ്ടറിലുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓഡിറ്റർ ഓഫ് ആൻ കമ്പനി മേ ബി ഗിൽറ്റി ഓഫ് ക്രിമിനൽ ഒഫൻസ് ഇഫ് he willfully make the false statement in any report, return, certificate or balance sheet etc. ഓഡിറ്റർ കമ്പനിയിൽ ഒരു ഗിൽറ്റി ആയിട്ട് ക്രിമിനൽ ഒഫൻസ് ചെയ്യുക അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്കുകൾ വരുത്തുന്നതിനെയാണ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഫോൾസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിന് ഇനി റിപ്പോർട്ടുകളിലെല്ലാം അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന റിട്ടേൺസിൽ, സർട്ടിഫിക്കറ്റിൽ, ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് വരുത്തുന്നതിനെയാണ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റർ എറൈസ് ഔട്ട് ദ സച്ച് ക്രിമിനൽ ആക്ട്. ക്രിമിനൽ ആക്റ്റുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സെക്ഷൻ 63 ആൻ ഓഡിറ്റർ ഈസ് ക്രിമിനലി ലയബിൾ ഫോർ എനി മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഇപ്പോൾ പ്രോസ്പെക്ടസിൽ ഏതെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തുകയോ ആൾട്ടറേഷൻ വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെക്ഷൻ 63 പറയുന്നത്. He shall punished with imprisonment for term not exceeding 2 years. 2 വർഷ തടവും ഫോർ ഫൈൻ എന്ന് പറയുന്നത് 5000 രൂപയും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 68 പറയുന്നത് ഇഫ് an auditor of company induce a person fraudulently to invest the money is knowingly എന്ന് വെച്ചാൽ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നഷ്ടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ലയബിളും ഓഡിറ്റർ ആയിരിക്കും. അതാണ് സെക്ഷൻ 68 പറഞ്ഞിരിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെക്ഷൻ 233 ഇഫ് ദ ഓഡിറ്റർ വിൽഫുള്ളി മേക്ക് ഡിഫാൾട്ട് ഇൻ മേക്കിംഗ് ഹിസ് റിപ്പോർട്ട് ഇൻ ദ ഷെയർ ഹോൾഡേഴ്സ് അക്കോർഡിംഗ് ടു ലോ ഹീ ഈസ് ക്രിമിനലി ലയബിൾ. ഷെയർ ഹോൾഡേഴ്സ് കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ അയാൾ ക്രിമിനലി ലയബിൾ ആയിരിക്കും. അതാണ് സെക്ഷൻ 233 പറയുന്നത്.
ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 240 ദ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു ഹെൽപ്പ് ആൻ ഇൻസ്പെക്ടർ അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ അഫെയർഡ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ കമ്പനിയിൽ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻസ്പെക്ടറിനെ നിയമിക്കും. അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ അത് ഓഡിറ്റർ ലയബിളായിരിക്കും. അതാണ് സെക്ഷൻ 240 പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 242 പറയുന്നത് ആൻ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു അസിസ്റ്റ് എനി പ്രോസിക്യൂഷൻ പ്രൊസീഡിംഗ് ടേക്ക് ദ സെൻട്രൽ ഗവൺമെൻറ് എഗൻസ്റ്റ് എനി പേഴ്സൺ കണക്റ്റഡ് വിത്ത് ദ കമ്പനി. ഇപ്പോൾ ഏതെങ്കിലും കമ്പനീനെ റിലേറ്റ് ചെയ്ത പേഴ്സൺ ഇപ്പം അസിസ്റ്റൻ്റ് ചെയ്ത് ഇപ്പം എതിരെ പ്രോസിക്യൂഷൻ നടക്കുമ്പം ഓഡിറ്ററിനെ സഹായിക്കാൻ കഴിയുന്നു. ഇതാണ് സെക്ഷൻ 242 പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 477 പറയുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ദ ഓഡിറ്റർ ഈസ് സബ്ജക്റ്റ് ടു പ്രൈവറ്റ് എക്സാമിനേഷൻ ബൈ ദ കോർട്ട്. ഹി റിക്വയർഡ് ടു റിട്ടേൺ ദ കോർട്ട് എനി ഡോക്യുമെൻറ്റ് ഓഫ് കമ്പനി ഇൻ ഹിസ് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ പ്രൈവറ്റ് എക്സാമിൻ ചെയ്യുന്ന കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റും റിട്ടേൺ ചെയ്യണം. ഇതാണ് സെക്ഷൻ 477 പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെക്ഷൻ 478 ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ദ ഓഡിറ്റർ ക്യാൻ ദ പബ്ലിസിറ്റി എക്സാമിൻഡ് ഇൻ ഹൈക്കോർട്ട്. ദ നോട്ട്സ് ഓഫ് എക്സാമിനേഷൻ ഷാൾ ടേക്ക് ഡൗൺ ആൻഡ് സൈൻ ബൈ ദ auditor and can used an evidence against him any civil or criminal proceeding. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത് ഹൈക്കോർട്ട് പബ്ലിക്കായി എക്സാമിൻ ചെയ്യും. ഈ എക്സാമിൻ നോട്ടിൽ ഓഡിറ്റർ സൈൻ ചെയ്യണം. അത് ഫ്യൂച്ചറിൽ അയാൾക്ക് ക്രിമിനലോ സിവിലായിട്ടുള്ള പ്രൊസീജിയറിങ്ങിൽ ഡോക്യുമെൻ്റായിട്ട് എവിഡൻസായി എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് സെക്ഷൻ 478 പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന സെക്ഷൻ 539 ഇഫ് ദ ഓഡിറ്റർ ഈസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ, മുട്ടിലേഷൻ, alteration, falsification or secreting any books, papers or security he may be held in responsibility. ഇപ്പം ഏതെങ്കിലും കമ്പനിയുടെ ഡോക്യുമെൻ്റ് നശിപ്പിച്ച് കളഞ്ഞാൽ അതിന് ക്രിമിനൽ ലയബിലിറ്റി ആണ്. അതിനെയാണ് സെക്ഷൻ 539 പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 545 ഇഫ് ദ ഓഡിറ്റർ ഈസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് എനി ക്രിമിനൽ ഒഫൻസ് ഇൻ റിലേഷൻ of a company, the court may direct the liquidator to prosecute the auditor during the course of winding up the company. ഇപ്പോൾ കമ്പനിക്ക് എതിരായി ഓഡിറ്റർ നിന്നാൽ അല്ലെങ്കിൽ ചെയ്ത കോർട്ട് ലിക്വിഡേറ്റർ ആയിട്ടുള്ള ഓഡിറ്ററിൽ നിന്ന് പ്രോസിക്യൂഷൻ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് സെക്ഷൻ 545 പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 628 ഇഫ് ദ ഓഡിറ്റർ മേക്ക് എനി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എനി സർട്ടിഫിക്കറ്റ് ഓർ റിപ്പോർട്ട് ഹി ക്യാൻ പ്രോസിക്യൂട്ടഡ്. ഇപ്പം മിസ്റ്റേക്കോ സർട്ടിഫിക്കറ്റിൽ റിപ്പോർട്ടുകളൊക്കെ തെറ്റായി കൊടുത്തു കഴിഞ്ഞാലും അതിൽ ഓഡിറ്റർ ലയബിളായിരിക്കും. ഇതാണ് സെക്ഷൻ 628 പറയുന്നത്. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി രണ്ടായിട്ടാണ് പറഞ്ഞത്. ലയബിലിറ്റി അണ്ടർ ദ കമ്പനി ആക്ട് 1956 ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്. ഇപ്പോൾ ലയബിലിറ്റി അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 നമ്മളിപ്പോൾ അതിലെ പിന്നീട് അതിനെ സിവിൽ ലയബിലിറ്റി ആയിട്ട് ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് തിരിക്കുന്നു പറഞ്ഞു. പിന്നെ സിവിൽ ലയബിലിറ്റി രണ്ടായിട്ട് തിരിക്കുന്നു, ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ്, ലയബിലിറ്റി ഓഫ് മിസ്ഫീസ്നെസ്. പിന്നെ അതിനുശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്രിമിനൽ ലയബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ആ ക്രിമിനൽ ലയബിലിറ്റി വരുന്ന ആക്റ്റുകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി പറയാൻ പോകുന്നതാണ് ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPC. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് ആൻ ഓഡിറ്റർ മേ ആൾസോ ബി ഹെൽഡ് ദ ലയബിലിറ്റി അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് ഫോർ frauds and for furnishing false statement. According to section 197 of IPC, the auditor issue any false certificate, it will be considered for evidence given in the court of law and he will be held the criminally liable. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് ആണ് പറയാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 197 പ്രകാരമാണ് IPC പറയുന്നത്.
പറയുന്നതെന്ന് വെച്ചാൽ ഫോൾസും അതുപോലെ ഫർണിഷിങ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റും അപ്പം ഓഡിറ്റർ ചെയ്യുവാണെങ്കിൽ ഓഡിറ്റർ ദ ഇഷ്യൂ എനി ഫോൾ സർട്ടിഫിക്കറ്റ് വിൽ ബി കൺസേൺ ദ ഫോൾ എവിഡൻസ് ഫോൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയോ അതുപോലെ തന്നെ ഫോൾ എവിഡൻസുകൾ കോർട്ടിൽ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ ക്രിമിനൽ ലൈബിളായിരിക്കും. അയാൾ ക്രിമിനലി ലൈബിൾ ആയിരിക്കും. അതാണ് ലയബിലിറ്റി അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. അയാളുടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 7 വർഷ തടവും അതിൻ്റെ കൂടെ ഫൈനും ആയിരിക്കും. ഈ ലയബിലിറ്റി ഓഫ് ആൻ ഓഡിറ്ററിൽ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു പറഞ്ഞത്. കോൺട്രാക്ച്വൽ, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. നമ്മൾ കോൺട്രാക്ച്വൽ പറഞ്ഞിരുന്നു. സ്റ്റാറ്റ്യൂട്ടറിയിൽ പിന്നെ അതിനെ ഡിവൈഡ് ചെയ്തൊക്കെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു തീർന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെയാണ് ടുവേർഡ്സ് തേർഡ് പാർട്ടി. ടുവേർഡ്സ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടി. ദ തേർഡ് പാർട്ടീസ് ലൈക്ക് ബാങ്കർ, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് എക്സെട്ര rely completely on certificate reports statement of an auditor. They enter in transaction with the companies on basis of auditor report with the further inquiry. It is guarded that an auditor is not liable to the third party since no contractual obligation exists between him and third party. ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ടുവേർഡ്സ് ദ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തേർഡ് പാർട്ടി ആയിട്ടുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പം അതിന് സർട്ടിഫിക്കറ്റും റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെൻറ്റും എല്ലാം ഓഡിറ്ററായിരിക്കും നോക്കുന്നത്. ഇത് ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൻ്റെ അനുസരിച്ചായിരിക്കും ഇപ്പം കമ്പനിയുടെ ട്രാൻസാക്ഷൻ എല്ലാം എൻട്രി ചെയ്യുന്നത്. അത് ഒരു ഫർദർ ആയിട്ടുള്ളൊരു എൻട്രിയാണ്. ഇങ്ങനെ അതിൽ വല്ല ഫാൾസിഫിക്കേഷനോ ഇറ്റ് ഗാർഡ്സ് ദാറ്റ് ആൻ ഓഡിറ്റർ ഈസ് ലയബിൾ ഫോർ തേർഡ് പാർട്ടി. ഇപ്പം ഓഡിറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ വല്ല സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ലയബിൾ ആയിരിക്കുന്നത് തേർഡ് പാർട്ടി ആയിരിക്കും. നോ ഒബ്ലിഗേഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ തേർഡ് പാർട്ടി. ഇപ്പം ഓഡിറ്റർ ലയബിൾ ഉണ്ടാകുമ്പോൾ തേർഡ് പാർട്ടി അതിൻ്റെ ലോസും എററുകളും എല്ലാം സഹിക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന ആളുകളെന്ന് വെച്ചാൽ ലൈക്ക് ബാങ്കർ, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്.